ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ബയോളജീൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ബയോളജിയിലെ ലാസ്റ്റ് ഒരു ടേബിളും കൂടി, ഒരു വലിയ ടേബിൾ അതിനെക്കൊണ്ട് തൽക്കാലം അവിടെ വെച്ച് ചെയ്യാണ്ട് നിർത്തിക്കളഞ്ഞേ. ഒരു പട്ടികയും കൂടെ ഈ ചാപ്റ്ററിൽ നമ്മളിനി ചെയ്യാനുള്ളൂ. മൂന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വിലയിരുത്താം അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് കമൻറ്റ് ബോക്സിൽ കണ്ടതിൻ്റെ കുറേ കമൻറ്റ് കണ്ടു, വേറെ സബ്ജക്റ്റിന് കൂടെ എടുക്കണം എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ്. എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. എല്ലാ കമൻറ്റും വായിച്ച് നോക്കാറുണ്ട്, എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്തായാലും ഏത് ടൈപ്പിലാണെങ്കിലും അത് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. റെഡി? പിന്നെ അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, മോശം പറഞ്ഞാൽ ഡിലീറ്റ് ആക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. ഇനി വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും വേറെ വേറെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഒരുവിധം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും വേറെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വിലയിരുത്താൻ വേറെ, മലയാളം മീഡിയത്തിൻ്റെ വിലയിരുത്താൻ വേറെ, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വേറെ, മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വേറെ എന്നുള്ള രീതിയിൽ എല്ലാം പ്ലേലിസ്റ്റ് ആക്കി പെട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കളർ തംബ്നെയിലായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ആയിട്ട് മലയാളം മീഡിയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ തംബ്നെയിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം നോക്കുകയാണെങ്കിൽ ഒരേ തംബ്നെയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ തംബ്നെയിൽ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ്, ഇംഗ്ലീഷാണോ മലയാളം വീഡിയോ ആണോ എന്നുള്ളത് വേഗം തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഓരോന്ന് തപ്പി തുറന്ന് നോക്കണ്ട. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി സമയം ലാഭം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു സാധനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നേരത്തെ വരച്ചിട്ടൊന്നും അയച്ചിട്ടില്ല. ഇവിടെ വരെയാണ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ഒരു ടേബിള്, ലാസ്റ്റുള്ള ടേബിള് എന്ന് പറയുന്നത് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഇത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വിലയിരുത്താം ചെയ്യും. റെഡി? അപ്പോൾ പട്ടിക 3.6 നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. പട്ടിക 3.6 മറ്റ് ജീവികളിലുള്ള വിസർജനം എങ്ങനെയാണ്. മനുഷ്യൻ്റെ കാര്യമാണ് മെയിനായിട്ട് ഇത്രയും നേരം നോക്കി വന്നിട്ടുള്ളത്. ഇനി മറ്റ് ജീവികളിലുള്ള വിസർജനം ഏത് രീതിയിലാണ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റത്തെ ആളാണ് അമീബ. അമീബേൻ്റെ മുഖ്യ വിസർജ്യ വസ്തു എന്ന് പറയുന്നത് അമോണിയ. അമീബയ്ക്ക് മെയിനായിട്ട് ശരീരത്തിന് പുറത്തുള്ളതിൻ്റെ സാധനം അതാണ് അമോണിയ. അമോണിയ പെട്ടെന്ന് കണക്ട് ചെയ്യാലോ. അമീബേൻ്റെ മുഖ്യ വിസർജന വസ്തുവായിട്ട് കിടക്കുന്നത് അമോണിയയാണ്. ഈ അമോണിയ മുഖ്യ വിസർജന അമീബയുടെ മുഖ്യ വിസർജന അവയവം അല്ലെങ്കിൽ അവയവ സംവിധാനം എന്ന് പറയുന്നത് സങ്കോച ഫേനമാണ്. അമീബേൻ്റെ മുഖ്യ വിസർജനാവയവം എന്ന് പറയുന്നത്. അടുത്തയാൾ മണ്ണിരയാണ്. മണ്ണിരയ്ക്ക് പ്രധാനമായിട്ടുള്ള വിസർജ്യ വസ്തു എന്ന് പറയുന്നത് അത് യൂറിയയാണ്. യൂറിയ പുറന്തള്ളാനായിട്ട് മണ്ണിര ഉപയോഗിക്കുന്നത് നെഫ്രീഡിയ എന്ന് പറയുന്ന അവയവമാണ്, അല്ലെങ്കിൽ അവയവ സംവിധാനമാണ്. അടുത്ത പ്രാണികൾക്ക് യൂറിക് ആസിഡാണ് മുഖ്യ വിസർജന വസ്തുവായിട്ടുള്ളത്, അല്ലെങ്കിൽ വിസർജ്യ വസ്തുവായിട്ടുള്ളത് യൂറിക് ആസിഡാണ്. ഇവിടെ എഴുതേണ്ടത് യൂറിക് ആസിഡ് പുറന്തള്ളാൻ വേണ്ടി ഈ ഷഡ്പദങ്ങൾ, പ്രാണികൾ തന്നെയാണ് കേട്ടോ ഷഡ്പദങ്ങൾ. അപ്പോൾ ഷഡ്പദങ്ങൾ യൂറിക് ആസിഡ് പുറന്തള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവയവം എന്ന് പറയുന്നത് അത് മാൽപീജിയൻ ട്യൂബുകളാണ്. മാൽപീജിയൻ ട്യൂബിൾസ് എന്നാണ് പറയുക. മാൽപീജിയൻ ട്യൂബിലുകൾ എന്ന് മലയാളത്തിൽ പറയാം. ചില മലയാളം പറയാൻ ലേശം പ്രയാസം അതാണ്. നെക്സ്റ്റ് മത്സ്യമല്ലേ. മത്സ്യത്തിനാണെങ്കിൽ മത്സ്യത്തിന് അമോണിയയാണ്. ഇവിടെ അമോണിയ എന്ന് വേണം എഴുതാൻ. അമോണിയയാണ് മുഖ്യ വിസർജ്യ വസ്തുവായിട്ടുള്ള അമോണിയ. അമോണിയ എങ്ങനെ പുറത്തുള്ളത്? അത് വൃക്കയിലൂടെയാണ്. നേരെ ഇവിടെ വൃക്ക. ഇനി കുറച്ചും കൂടെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. ഇത്രയും ആളുകൾക്കില്ലടാ. ഈ 4 എണ്ണത്തിനും വൃക്ക തന്നെയാണ് മുഖ്യ വിസർജന അവയവമായിട്ടുള്ളത്. ഇനി മത്സ്യത്തിന് അമോണിയ ആണെങ്കിൽ തവളയ്ക്ക് വരുന്നത് യൂറിയ. ഉരകങ്ങൾക്ക് യൂറിക് ആസിഡാണ്. പക്ഷികൾക്കും യൂറിക് ആസിഡാണ്. അപ്പോൾ പക്ഷികൾ, അതുപോലെ ഉരകങ്ങൾ, പിന്നെ ഷഡ്പദങ്ങൾ, പക്ഷികൾ, ഉരകങ്ങൾ, ഷഡ്പദങ്ങൾ, ആ 3 എണ്ണത്തിനും യൂറിക് ആസിഡാണ്. ഇതൊപ്പര എഴുതിയാൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ 3 എണ്ണത്തിന് യൂറിക് ആസിഡാണ് മുഖ്യ വിസർജന വസ്തുവായിട്ട് കിടക്കുന്നത്. ഇനി തവളയില്ലേ, തവളയ്ക്കും മണ്ണിരയ്ക്കും പ്രധാനമായിട്ടുള്ള വരുന്നത് യൂറിയ. ഇനി അടുത്ത അമോണിയ വരുന്നത് ആയിരിക്കൊക്കെയാണ്? മത്സ്യത്തിൻ്റെ അമോണിയ, അതുപോലെ
അമീബേൻ്റെതും അമോണിയ. അമീബേൻ്റെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അമീബ അമോണിയ എന്ന് പറയാൻ കുറച്ചൊരു താളം കിട്ടുന്നില്ലേ. അമീബ അമോണിയ. അമീബേൻ്റെ കൂട്ടത്തിൽ മത്സ്യം കൂടി ഓർത്ത് വെച്ച് രണ്ടുപേരുടെയും അമോണിയയാണ് മുഖ്യ വിസർജന വസ്തുവായിട്ട് കിടക്കുന്നത്. ഇനി അവസാനമുള്ള 4 നോക്കുകയാണെങ്കിൽ മത്സ്യം മുതൽ ഈ ഇത്രയും ആൾക്കാരില്ലേ വരഞ്ഞ് കൊളാക്കിയിട്ടുണ്ട്. മത്സ്യം മുതൽ വരുന്ന ഇത്രയും ആൾക്കാരുടെ മുഖ്യ വിസർജന സംവിധാനം എന്ന് പറയുന്നത് നമ്മളെ പോലെ തന്നെ വൃക്കകൾ തന്നെയാണ്. അപ്പോൾ 4 വൃക്കയാണെന്ന് ഓർമ്മിച്ചാൽ മതി. അങ്ങനെ കണക്ട് ചെയ്ത് ഓർമ്മിച്ച് വെച്ചാൽ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് ഇതിൽ വരുന്നതെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി ഇനി അതിലങ്ങനെ ഈ രീതിയിൽ പട്ടിക അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി ആകെ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗമാണ്. വിലയിരുത്താം കുറച്ച് പറയാനുണ്ട്. എന്തായാലും ഇതിൽ ചെയ്താൽ ഒരു വൃത്തിയാവില്ല. അത് വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ പ്ലേലിസ്റ്റ് ആക്കി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വേറെ തന്നെ വീഡിയോ ആയിട്ട് വിലയിരുത്താം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആൻസർ ചെയ്യാൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പട്ടിക പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും ഈ സാധനം ഉപയോഗപ്പെടും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിന്. ആൻഡ് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.